കേരളത്തിൽ സമരം കൊണ്ട് സർവ്വതും നേടിയ CPM ഒരൊറ്റ സമരം കൊണ്ട് അടപടലം തകർന്നു തീരുന്ന കാഴ്ചയാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. പിണറായി വിജയൻ എന്ന സഖാവിന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അടിമകളെ പോലെ കൂടെ നിർത്തിയവരെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിച്ച ഒരു സമര പരമ്പര. മകളുടെ കള്ളത്തരവും അഴിമതിയും മറച്ചുവെക്കാൻ കൂടി പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും ബലിയാടാക്കുന്നതോടെ ഇഡിക്കെതിരെ സമരം ചെയ്ത 200-ലധികം CPM പ്രവർത്തകരാണ് ജയിലിലേക്ക് പോകുന്നത്. നേതൃത്വത്തെ അനന്തമായി വിശ്വസിച്ച് കാലങ്ങളായി CPMന്റെ തണലിൽ കോൺഗ്രസ് വിരുദ്ധ സമരം നടത്തിയ CPM കൊടും ക്രിമിനലുകളാണ് ജയിൽവാസവും കാത്ത് തിരുവനന്തപുരത്ത് കഴിയുന്നത്. തൊഴിലാളികളുടെയും സാധാരണക്കാരന്റെയും അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലേക്കിറങ്ങിയ CPM പ്രവർത്തകർ ഇന്ന് ഒരു ബൂർഷ്വാ നേതാവിന്റെ മകളുടെ കേസിൽ സ്വയം എരിഞ്ഞടങ്ങുകയാണ്. ബിനു എന്ന ലോക്കൽ സെക്രട്ടറി മുതൽ CPM ചെല്ലും ചിലവും കൊടുത്തു വളർത്തുന്ന ഒരു കൂട്ടം എന്തിനും പോകുന്ന പ്രവർത്തക മേൽവിലാസമേറിയ ഗുണ്ടകളാണ് ഇപ്പോൾ രക്ഷപ്പെടാനാകാത്ത തരത്തിലുള്ള കേസിന്റെ പേരിൽ ജയിലിലേക്ക് പോകുന്നത്. പക്ഷേ നേതാക്കളെല്ലാം സ്ഥലം വിട്ടതും ഗൗരവമേറിയ വിഷയം തന്നെയാണ്. ആവേശം നൽകി ഇവരെ പ്രോത്സാഹിപ്പിച്ച് പാർട്ടിയുടെ സകല സുഖ സൗകര്യങ്ങളും സ്വന്തമാക്കിയ രാജ്യസഭ MP-മാരായ ബ്രിട്ടാസും റഹീമും എല്ലാം ഇനി തങ്ങളെ സംരക്ഷിക്കാൻ ഉണ്ടാകില്ല എന്ന സത്യം ഈ ഗുണ്ടാ പ്രവർത്തക സംഘം മനസ്സിലാക്കുമ്പോഴേക്കും അല്പം വൈകിപ്പോയിരുന്നു. അതുകൊണ്ട് ഇനിയുള്ള യുദ്ധം പാർട്ടിക്കുള്ളിൽ കുലംകുത്തികൾക്കെതിരെയാകുമെന്ന് ജയിലിലായവർ വിളിച്ചു പറയുകയാണ്. ആദ്യം ബ്രിട്ടാസിനെ തന്നെ കേസിൽ കുടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഉള്ളിലായ സഖാക്കളെല്ലാം ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ ബ്യൂറോക്രാറ്റ് സഖാവാണ് ജോൺ ബ്രിട്ടാസ്. ഇതുവരെ മേലനങ്ങി ഒരു സമരം പോലും പങ്കെടുക്കാതെ ദേശീയാഭിമാനിയിലും കൈരളി ചാനലിലും ഏഷ്യനെറ്റ് ചാനലിലും അവസാനം ഇപ്പോൾ രാജ്യസഭയിലും മാത്രം ഇരുന്നിട്ടുള്ള ബ്രിട്ടാസ് തന്റെ അഭ്യാസം കൊണ്ട് പിണറായിയുടെ സ്വന്തം ആളായി മാറിയിരിക്കുകയാണ്. ആ ബ്രിട്ടാസാണ് കഴിഞ്ഞ ദിവസം പിണറായിയുടെ വസതിയുടെ മുന്നിൽ സമരം ചെയ്യാനുണ്ടായിരുന്നത്. എന്നാൽ ദില്ലിയിൽ അധിക താമസക്കാരനായ ബ്രിട്ടാസ് EDയെ കൂടുതൽ വിമർശിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആക്രമിച്ച സഖാക്കളെ തള്ളിപ്പറയുകയും ചെയ്തു. പഴയ കാലത്ത് ജീവിച്ചിരുന്ന ഒരു സഖാവും ചെയ്യാത്ത നഗ്നമായ വഞ്ചനയാണ് പ്രവർത്തകരോട് ആ MP ചെയ്തിരിക്കുന്നത്. അതിനേക്കാളും ഒരുപക്ഷെ സ്വരാജ് എന്ന നേതാവ് പ്രവർത്തകർക്ക് ആവേശമായി വന്നിരിക്കുകയാണ്. എന്നാൽ ശീതീകരിച്ച മുറിയിൽ അധികാര കേന്ദ്രത്തോട് ഒട്ടിച്ചേർന്നിരുന്ന ബ്രിട്ടാസിന് പകരം MP സ്ഥാനം ആ സ്വരാജിന് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നവർ ധാരാളമുണ്ട്. ആ ബ്രിട്ടാസിന്റെ കൃത്രിമ രാഷ്ട്രീയം തുറന്നു കാണിക്കാനാണ് തിരുവനന്തപുരത്ത് സഖാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് EDക്കെതിരെയുള്ള ഗൂഢാലോചന ജോൺ ബ്രിട്ടാസിന്റേതാണെന്ന് അകത്തു കിടക്കുന്ന സഖാക്കൾ ഒരുമിച്ച് വിളിച്ചു പറയാൻ പോകുകയാണ്.